എന്നെ കാണുമ്പോഴേ അറിയത്തില്ല ഒരു വശപ്പശ ഇരിപ്പാന്ന്. അതേന്നേ ഇന്ന് മൊത്തത്തോടെ എൻ്റെ മൂഡ് പോയി. രാവിലെ നല്ല പ്ലസൻ്റായിട്ട് കിച്ചണിൽ ചെന്ന ഈ ഇഡലി വെന്തോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് നോക്കിയതാ. അപ്പുറത്തിരിക്കുന്ന ആ ചായ മുഴുവൻ തിളച്ചു പോയി. അതും ആ ഏരിയ മൊത്തം ആയെന്നേ. എങ്ങനെ ദേഷ്യം വരായിരിക്കും? അത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന അതുവരെ തിളച്ച് പോകണ്ടായിരുന്നു. ഈ ചായയുടെ മാത്രം ഒരു പ്രത്യേകത അല്ലേ, എന്നാ സെൽഫിഷാന്ന് പറയും ഈ ചായ. നമ്മൾ വേറെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതപ്പോൾ തിളച്ചു പോകും. ഇനി അത് മൊത്തം ക്ലീൻ ആക്കുന്ന ഒരു അവസ്ഥ ഓർത്ത് നോക്കി. വല്ല കാപ്പിയോ വെള്ളമോ വേറെ എന്താണേലും കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും കലിപ്പുള്ള കാര്യം ഈ ചായപാത്രം കഴുകുക എന്നുള്ളത്. അത് ഈ തിളച്ചു പോയ ചായപാത്രമാണെ പറയുകയും കൂടെ വേണ്ടല്ലേ. എല്ലാം കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ നല്ല കലി വന്നു. സത്യം ഞാൻ എടുത്തൊരു ഏറ് വെച്ച് കൊടുക്കാൻ തോന്നി. പിന്നെ കൊച്ചു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു വിടണ്ടെന്ന് വിചാരിച്ച് ഇവന്മാർക്കൊന്നും എന്നെ ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. എനിക്ക് കലി വന്നോണ്ടല്ലോ എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിച്ച് വീട്ടിൽ ഞാൻ തീടും. നമ്മുടെ അടുത്ത് ആ കളിയല്ലേ. പിന്നെ ആ കുക്കിംഗ് റേഞ്ച് എല്ലാം തുടച്ച് ടവലെല്ലാം വാഷ് ചെയ്ത് എന്തൊരവസ്ഥയായിരുന്നെന്നറിയോ.